എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രേപ്പ് വൈൻ അഥവാ മുന്തിരി കൊണ്ടുള്ളൊരു വൈനിൻ്റെ റെസിപ്പിയാണ്. 15 ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഈസ്റ്റോ മറ്റ് പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണിത്. ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല എങ്കിലും നല്ല ടേസ്റ്റിയും നല്ല വീര്യവും ഉള്ളതാണ് ഈ വൈന്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഈ വൈൻ കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ 3 കിലോ മുന്തിരിങ്ങ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ കൊലകളായിട്ട് തന്നെ മുന്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ കുതിരാനിട്ടു. ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നല്ല പോലെ 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം കൊലകളിൽ നിന്ന് മുന്തിരിയെല്ലാം അടർത്തി ഒരു ഡൈനിങ് ടേബിളിന് മുകളിലോട്ട് ഒരു കനം കുറഞ്ഞ തുണിയുടെ മുകളിലോ പേപ്പറിന് മുകളിലോ വിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. രാത്രി മുഴുവൻ ഇതുപോലെ വിരിച്ചിട്ട് കൊടുത്ത് രാവിലെ ആയപ്പോഴേക്കും മുന്തിരിയെല്ലാം നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഡൈനിങ് ടേബിളിന് മുകളിൽ നിരത്തിയിട്ട് കൊടുത്ത് മുന്തിരി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. രാത്രിയിൽ ഇതുപോലെ വിരിച്ചിട്ട് കൊടുത്തിട്ട് രാവിലെ ഇതുപോലെ എടുത്തു വെക്കാം. ഇപ്പോൾ മുന്തിരി നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ കൊലകളിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗത്ത് മാത്രം ചെറിയൊരു നനവ് കാണും. അത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നിങ്ങൾക്ക് ആ ടിഷ്യൂ കാണുമ്പോൾ അറിയാം മുന്തിരി നല്ല പോലെ ഡ്രൈ ആക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. ഇതുപോലെ നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വൈനിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 5 കപ്പ് പഞ്ചസാര. ശരിക്കും വൈൻ ഉണ്ടാക്കുമ്പോൾ 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാര എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. അത്രയും എടുത്താൽ നല്ല മധുരമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. എന്നാലും വൈൻ ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു വൈനിന്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് എടുക്കണം. അതിനായിട്ടൊരു തക്കോലത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു നട്ട്മെഗിൻ്റെ പകുതി, ജാതിക്കയുടെ കുരുവിൻ്റെ പകുതിയാണ്, ഒരു കറുവാപ്പട്ട ഒരു 5-8 പീസ് എടുത്തിട്ടുണ്ട്, ഏലക്ക ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഏലക്കായാണ്. അതുപോലെ ഗ്രാമ്പൂവും ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പീസ് ബീറ്റ്റൂട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈനിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം ആ വെള്ളം നല്ലപോലെ ഒപ്പി ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി വൈൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അതിനായി ഞാൻ 1 ലിറ്റർ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രമെല്ലാം നല്ല പോലെ ചൂടുവെള്ളത്തിൽ കഴുകി ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. ഒട്ടും വെള്ളമയം ഇല്ലാതെ നമ്മൾ എടുക്കേണ്ടതാണ്. അതുപോലെ തവിയും എല്ലാം നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. വെയിലിൽ വെച്ച് ഉണക്കി എടുക്കേണ്ടതാണ്. ഇനി വെയിലില്ല എന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവനും അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ബീറ്റ്റൂട്ട് പീസ് നമ്മൾ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല കളറുള്ള മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം ഏലക്കായെല്ലാം നല്ല പോലെ തിളച്ച് വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയും നല്ല പോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് മുന്തിരി ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതുപോലെ ബീറ്റ്റൂട്ട് ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ആ ബീറ്റ്റൂട്ടിൻ്റെ പീസ് നമ്മളെ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. മാറ്റി കളയാം നമുക്കിനി ആ ബീറ്റ്റൂട്ടിൻ്റെ പീസ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുന്തിരിങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം നമ്മൾ മുന്തിരി ഇടുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുന്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ആകാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മുഴുവൻ മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മാറ്റി വെച്ച വെള്ളം കൂടി അതിന് മുകളിലോട്ട് ഒഴിച്ച് നിറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മുഴുവനും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടിലാണ് നമ്മുടെ മുന്തിരിയെല്ലാം കിടക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് സമയം അടച്ചു വെക്കാം. നമ്മളിത് തിളപ്പിക്കുകയോ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല ചൂടുള്ള വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്നതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാവുന്നതാണ്. ഇനി ഈ മുന്തിരിയെല്ലാം നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കോരി ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലൊരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അതിൻ്റെ അടിയിൽ വേറൊരു പാത്രം കൂടി വെച്ച് കൊടുക്കണം. മുന്തിരിയിൽ നിന്ന് ജ്യൂസും ആ വെള്ളമെല്ലാം അലിഞ്ഞിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ മുഴുവൻ മുന്തിരിയും ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇനി ഈ വെള്ളം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം.
മുന്തിരിയും മുഴുവൻ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കോരിയെടുത്ത മുന്തിരി നമുക്ക് ഇതുപോലൊന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കാം. നമ്മളധികം വേവിക്കാത്തത് കൊണ്ടാണ് ഇതുപോലൊന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് പറ്റുന്നത്രയും മുന്തിരി ഒന്ന് കുത്തി പൊട്ടിച്ചു കൊടുത്താൽ മതി, മുഴുവനൊന്നും പൊട്ടിച്ചു കൊടുക്കണമെന്നില്ല. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമുക്കിത് വൈൻ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത്. അപ്പോഴേക്കും നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഇത് അടച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ആവിവെള്ളം വീഴും. അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുക. ഇപ്പോൾ ഇതാ നല്ലപോലെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് ജാറിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം. ഇത് ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് കുപ്പിയൊന്നും എടുക്കരുത്. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തതാണ്. നല്ലപോലെ വൃത്തിയാക്കി നല്ലപോലെ ഒട്ടും വെള്ളമയമില്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി അതിലോട്ട് നമുക്ക് മുഴുവൻ മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ജാറ് ഒരു കുറച്ച് ചെറുതായി പോയതുകൊണ്ട് എനിക്കിതിലോട്ട് വെള്ളം ചേർത്തപ്പോൾ 1 കപ്പ് വെള്ളം കുറവാണ് ചേർക്കാൻ പറ്റിയത്. എന്നാലും നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് വൈൻ കിട്ടിയത്. ഇപ്പം ഞാൻ മുഴുവൻ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജാറിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ വൈൻ ഇടാനായിട്ട് ഇട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജാറിൽ മുഴുവൻ മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആ കുത്തി പൊട്ടിച്ചപ്പോൾ കുറച്ച് ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാത്രം എടുത്താലും എല്ലാ പാത്രവും നല്ല ക്ലീനായിട്ട് നല്ല ഡ്രൈ ആക്കിയ പാത്രമായിരിക്കണം. അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ആ തിളപ്പിച്ച് വെച്ച സ്പൈസസും പഞ്ചസാരയെല്ലാം ഇട്ട് വെച്ച ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് പറഞ്ഞത് എനിക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല. 1 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആ സ്പൈസസ് അപ്പം മുഴുവനും എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. വെള്ളം മാത്രം കുറച്ചൊന്ന് മാറ്റി വെച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ കഴുകി ഉണക്കി ഡ്രൈ ആക്കിയ ഗോതമ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ല പോലെ എയർ ടൈറ്റുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നല്ല വൃത്തിയാക്കി വയ്ക്കാം. ഇനി ഇതിന് പുറത്ത് എന്തെങ്കിലും വെള്ളമോ നനവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂയോ തുണിയോ വെച്ചിട്ട് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലോട്ട് ഒരു തുണി ഇതുപോലെ ഒരു 2 ലെയർ ഇടുവാണെങ്കിൽ അതാണ് നല്ലത്. ഇട്ടൊന്ന് അടച്ച് നല്ല ഭദ്രമായിട്ട് കെട്ടിവെക്കാം. ഒട്ടും വായു കയറാതെയും പ്രാണികളൊന്നും വരാതെയുമാണ് ഇതുപോലെ കെട്ടിവെക്കുന്നത്. ഇനി അധികം സൂര്യപ്രകാശം അടിക്കാതെ അധികം കാറ്റൊന്നും അടിക്കാത്ത ഒരിടത്ത് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. ഞാനിപ്പോൾ കിച്ചൺ കബോർഡിൻ്റെ ഏറ്റവും അടിയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചത്. അധികം എയറും സൺലൈറ്റും ഒന്നും ഇല്ലാത്തിടത്ത് ഇത്തിരി ഇരുണ്ട സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇടയ്ക്ക് 4 ദിവസം കൂടുമ്പോൾ ഞാനിത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷവും നല്ല പോലെ അടച്ച് ഭദ്രമായിട്ട് കെട്ടി വെക്കണം. ഇപ്പോൾ കണ്ടോ, ഒട്ടും പൂപ്പലില്ലാതെ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുന്തിരിയെല്ലാം നല്ല പോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വീട് മുഴുവൻ നല്ലൊരു വൈനിൻ്റെ സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും വൈനിൻ്റെ നമുക്കുണ്ടാവുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുക്കാനെടുക്കുന്ന പാത്രവും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. ചൂടിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയതായിരിക്കണം. ഇപ്പോൾ അരിപ്പയിൽ ഒരു നിറഞ്ഞതുകൊണ്ട് ഞാൻ മുന്തിരി കുറച്ചൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം ബാക്കി കൂടി അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്ലാസ് ജാറിലോട്ടോ ഭരണിയിലോട്ടോ അരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുത്തത്. ഇനി ഇതിലോട്ട് ഉപയോഗിക്കുന്ന തവി എപ്പോഴും തടിയുടെ തവി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കഴുകി ഉണക്കി വൃത്തിയാക്കി തടിയുടെ തവി വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ ഗ്ലാസ് ജാറോ ഭരണിയോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 മുന്തിരിങ്ങ വീണതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള മുന്തിരി കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് ബാക്കിയുള്ള നീര് കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒത്തിരി ഞെക്കി പിഴിഞ്ഞെടുക്കരുത്, അപ്പോൾ വൈനിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ ഉള്ള നീരിങ്ങ് പോന്നോളും. അധികം ഒന്നും കാണത്തില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി ബാക്കി കൂടി ഇതുപോലെ അരിച്ച് നമുക്ക് ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോൾ തുറന്നാലും നമ്മളത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അധിക സമയം തുറന്ന് വയ്ക്കരുത്, അപ്പോൾ അതിൻ്റെ ഗ്യാസും സ്മെല്ലും എല്ലാം ഒന്ന് പോകും. ഇനി നമുക്ക് നല്ല പോലെ അടച്ച് ഭദ്രമാക്കി വയ്ക്കാം. ഇതുപോലെ ഒരു 24 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം എടുക്കുമ്പോഴേക്കും വൈൻ നല്ല പോലെ ക്ലിയറായി വന്നിട്ടുണ്ടാകും.
അതിന് പുറത്തും നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇതും അടച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും അത് കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഒരു മണിക്കൂർ മാത്രമേ ഒന്ന് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനതൊരു ചെറിയ ഗ്ലാസ് ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് വൈനിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതിനു വേണ്ടിയാണ് ഞാനിതൊരു ചെറിയ ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയത്. ഇനി ബാക്കിയുള്ള വൈൻ നമുക്ക് നല്ലപോലെ കെട്ടി പഴയതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും അതങ്ങനെ ഇരുന്നോളും. ഇരിക്കും തോറും വൈനിൻ്റെ ടേസ്റ്റും വീര്യവും എല്ലാം കൂടി വരും. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അപ്പോൾ തന്നെയാണ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് അതൊരു കുറച്ചൊരു കലങ്ങി ഇതിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ഇതുപോലെ വൈനൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളിതിൽ ഈസ്റ്റോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ല ഹെൽത്തിയാണ്. അതുപോലെ ഇത് കഴിച്ചാൽ നെഞ്ചരിച്ചിലോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈൻ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.